FCRA ഭേദഗതി ബിൽ ലോക്സഭയിൽ ചർച്ചയ്ക്കെടുക്കുന്നതിൽ നിന്ന് പിന്മാറി കേന്ദ്ര സർക്കാർ. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമായതോടെയാണ് ബില്ലിന്മേലുള്ള ചർച്ച അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ നിലപാടെടുത്തത്. ക്രിസ്ത്യൻ സഭകളുമായി ചർച്ച നടത്തിയെന്ന് കേന്ദ്രമന്ത്രിമാർ പറയുമ്പോഴും ചർച്ചകളൊന്നും നടന്നില്ല എന്നാണ് സഭാ നേതാക്കളുടെ നിലപാട്. വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കണ്ടാണ് ബിൽ അവതരണം മാറ്റിവെച്ചത് എന്ന ചർച്ചയും ശക്തമാണ്. BJPയുടെ പ്രത്യയശാസ്ത്രത്തോട് യോജിക്കാത്തവരെ നിശബ്ദരാക്കി അവരുടെ സ്ഥാപനങ്ങളുടെ ആസ്തികൾ പിടിച്ചെടുക്കാനുള്ള ആയുധമാണ് പുതിയ ഭേദഗതിയെന്നും വിമർശനം ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും KC വേണുഗോപാലും ബിനോയ് വിശ്വവും അടക്കം കേരളത്തിലെ LDF UDF നേതാക്കളെല്ലാം ബില്ലിനെതിരെ രംഗത്തെത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ക്രൈസ്തവ വോട്ടുകളെ കൂടി ലക്ഷ്യമിടുന്ന BJPക്ക് തിരിച്ചടിയാവുകയാണോ FCRA ഭേദഗതി? ന്യൂനപക്ഷ വോട്ടുകൾ വഴുതിപ്പോകുമെന്ന ഭയമാണോ ഇന്ന് ലോക്സഭയിൽ കണ്ടത്? FCRA ഭേദഗതി എന്തെന്നും ന്യൂനപക്ഷങ്ങൾ ഉയർത്തുന്ന ആശങ്കകൾ എന്തെന്നും സമഗ്രമായി പരിശോധിക്കാം. ആദ്യം കാണാം RD എക്സ്ട്രാ. വിദേശ സംഭാവനകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന സ്വത്തുക്കളിൽ സർക്കാരിന് കൂടുതൽ നിയന്ത്രണാധികാരം നൽകുന്ന FCRA ബില്ലിൽ ഇന്ന് ലോക്സഭയിൽ ചർച്ചയുണ്ടാകുമെന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ സഭയിലും പുറത്തും പ്രതിഷേധം ശക്തമായതോടെ ബിൽ തൽക്കാലം ഇന്ന് ചർച്ച ചെയ്യേണ്ടതില്ലെന്ന നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തി. FCRA ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ ചർച്ച ചെയ്യില്ലെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു പറയുകയും ചെയ്തു. അതേസമയം രാജ്യതാൽപര്യത്തിന് വേണ്ടിയാണ് ബില്ലെന്നും ഏതെങ്കിലും വിഭാഗത്തെ ലക്ഷ്യമിട്ടുള്ള ബില്ലല്ലെന്നും കിരൺ റിജിജു ഇന്ന് പറഞ്ഞു. പ്രതിഷേധവും ബഹളവും ശക്തമായതോടെ സഭ നിർത്തിവെക്കുന്ന സാഹചര്യം പോലും ഇന്ന് ലോക്സഭയിലുണ്ടായി. വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയാകുമെന്ന ഭയമാണ് കേന്ദ്ര സർക്കാരിനെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെയും രാജ്യത്തെ നിരവധി NGOകളെയും ബാധിക്കുന്ന ക്രൂരമായ നിയമമാണിതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. അതേസമയം FCRA ബില്ലിലെ ആശങ്കകൾ പരിഹരിക്കണമെന്ന് ക്രിസ്ത്യൻ സഭകളടക്കം ഇന്നും ആവർത്തിച്ചു. സഭയുടെ അഭിപ്രായങ്ങൾ കേന്ദ്ര സർക്കാർ തേടിയില്ല എന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് സഭാ നേതൃത്വം ഇന്നും ആവർത്തിച്ചത്. RD എക്സ്ട്രാ ന്യൂസ് മലയാളം. ലോക്സഭയിൽ FCRA ബിൽ ചർച്ച ചെയ്യുന്നത് മാറ്റിവെച്ചു എന്നത് താത്കാലിക സന്തോഷം നൽകുന്നുവെന്ന് ഓർത്തഡോക്സ് സഭാ വക്താവ് മാർ ദിയസ്കോറസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. ഇലക്ഷൻ മുൻനിർത്തിയാണ് മാറ്റിവെച്ചതെങ്കിൽ അതിന്റെ ആശങ്ക പ്രകടിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ചർച്ചയ്ക്ക് സമീപിച്ചിട്ടില്ല എന്നും ഏകാധിപത്യപരമായി പോകേണ്ട രാജ്യമല്ല ഇന്ത്യ എന്നും അദ്ദേഹം വ്യക്തമാക്കി. വാക്കുകളിലേക്ക്. ക്രൈസ്തവ സഭകളോട് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളോട് വ്യക്തമായ ക്രിയാത്മകമായ ചർച്ചകൾ നടത്താതെ ആ ബില്ല് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു വിനാശ പരിപാടിയാണ് എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. സഭയുടെ നിത്യമായ നിലനിൽപ്പിന് സഭ നടത്തി വരുന്ന ദീനാനുഗമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനോട് അത് ഏത് സമയമായാലും പ്രതികരിക്കേണ്ടത് സഭയുടെ ഒരു ആവശ്യമാണ്. അത് സഭയ്ക്ക് വേണ്ടിയല്ല, സമൂഹത്തിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ബില്ലിനെക്കുറിച്ച് പ്രതിപക്ഷം തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും രാജ്യസുരക്ഷ അടക്കം പരിഗണിച്ചാണ് ഭേദഗതിയെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും പറഞ്ഞു. അതിലേക്ക് കൂടി. FCRA को लेकर के गलत फहमी जो फैलाया गया है केरल में, ये ठीक बात नहीं है. FCRA का जो ओरिजिनल बड़ा अमेंडमेंट 2010 में कांग्रेस ने जो लाया था, उसके बाद कई अमेंडमेंट आए हैं. इस बार जो अमेंडमेंट है ये फॉरेन से कंट्रीब्यूशन आता है उसके रेगुलेशन के लिए और सही इस्तेमाल के लिए, नेशनल सिक्योरिटी, नेशनल इंटरेस्ट, इसका ध्यान में रखते हुए पैसा का गलत इस्तेमाल ना हो, इसका निगरानी के लिए एक अच्छा कदम रहा है. ഒരു കാരണവശാലും ബിൽ പാസാക്കാൻ അനുവദിക്കില്ലെന്നാണ് കോൺഗ്രസ് നിലപാട്. ക്രിസ്മസ് കാലത്ത് കേക്കുമായി അരമനകൾ കയറിയിറങ്ങുന്നവരാണ് സഭകളെ ചതിക്കുന്നതെന്ന് KC വേണുഗോപാൽ MP വിമർശിച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് ഭയന്നാണ് ഇന്ന് ബിൽ ചർച്ചയ്ക്കെടുക്കാതിരിക്കുന്നതെന്നും ഈ ബിൽ ഇതേപോലെ കേന്ദ്ര സർക്കാർ പാസാക്കിയെടുക്കുമെന്നും NK പ്രേമചന്ദ്രൻ MPയും പറഞ്ഞു. എല്ലാം വോട്ട് തേടാനുള്ള ഉപകരണങ്ങൾ മാത്രമാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഉപകരണം മാത്രമാണ് അത്. നമുക്കറിയാം, ക്രിസ്മസിന്റെ കാലത്ത് കേക്കുമായിട്ട് പോയവരെല്ലാം ഈ കേക്കുമായി പോയവരാണ് ഇന്ന് ഇത്തരം വിദ്വേഷ നിയമം പാസ്സാക്കുന്നത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സാധ്യതയുണ്ട് എന്ന് BJP കരുതുന്ന ചില മണ്ഡലങ്ങളിൽ പോലും കനത്ത തിരിച്ചടി നേരിടുമെന്ന് ഭയന്നതുകൊണ്ട് മാത്രമാണ് തൽക്കാലത്തേക്ക് ബില്ല് പാസ്സാക്കാതിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ബില്ല് ഏതെങ്കിലും തരത്തിലുള്ള ഭേദഗതിയോടുകൂടി പിന്നീട് പാസ്സാക്കുമെന്നുള്ളതല്ല. ബില്ല് അതേപോലെ തന്നെ പാസ്സാക്കാൻ തന്നെ. നിയമ ഭേദഗതി തിടുക്കപ്പെട്ട് നടപ്പിലാക്കുന്നതിൽ ആശങ്കയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു. വിമർശന സ്വരങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയാണ് ഈ നീക്കമെന്നും മുഖ്യമന്ത്രിയും പറഞ്ഞു. ഗൗരവമായ ആശങ്കകൾ നമ്മുടെ രാജ്യത്താകെ ഉയർന്നു വന്നിരിക്കുകയാണ്.
സാമൂഹ്യ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക, വിമർശന സ്വരങ്ങളെ അടിച്ചമർത്തുക, അത്തരമൊരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായാണ് ഈ നീക്കമെന്നത് തിരിച്ചറിയേണ്ടതുണ്ട്. FCRA ഭേദഗതി ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ക്രൈസ്തവ ലേബലിൽ മന്ത്രിയായ ജോർജ് കുര്യൻ ബില്ലിനോട് മുഖം തിരിച്ചെന്നും ബ്രിട്ടാസ് കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ജോർജ് കുര്യനെ പോലൊരാൾ കേരളത്തിൻ്റെ കത്തോലിക്ക സമൂഹത്തിൻ്റെ പേരിലാണ് കേന്ദ്രമന്ത്രിസഭയിൽ വന്നത്. ക്രൈസ്തവ ലേബലിൽ മന്ത്രിയായിട്ട് പോലും ഈ ക്രൈസ്തവർക്കെതിരെ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ, സാധാരണക്കാർക്കെതിരെ, പാവപ്പെട്ടവർക്കെതിരെയുള്ള ഈ യുദ്ധപ്രഖ്യാപനത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അല്പമെങ്കിലും ഉൾപ്പുള്ളവർക്ക് പറ്റുന്നതാണോ? എനിക്കറിയില്ല. ബില്ലിൽ ആശങ്കപ്പെടേണ്ടതായി ഒന്നുമില്ലെന്നും ക്രിസ്തീയ സഭകൾക്ക് പേടിയില്ലെന്നും സുരേഷ് ഗോപി MP പറഞ്ഞു. ഇന്ത്യൻ ജനതയുടെ സാമ്പത്തിക സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ ബില്ലെന്നും സുരേഷ് ഗോപി. ഒരാശങ്കയും ഇത് ക്രൈസ്തവൻ, ഹിന്ദു, സിഖ്, ബുദ്ധ ഇത് ഇന്ത്യൻ ജനതയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, അവരുടെ സമ്പത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. തെറ്റ് ചെയ്തവർ, അതിപ്പം ശ്രീ പിണറായി വിജയനായാലും ശ്രീ ഉമ്മൻചാണ്ടിയും എന്താണ് പറഞ്ഞിരുന്നത്? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അത് ഏത് ജാതി വിഭാഗത്തിലായാലും ഈ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തവർ മാത്രം പേടിച്ചാൽ മതി. ഒരു ക്രിസ്തീയ സഭയ്ക്കും പേടിയില്ല. ബില്ലിനെതിരെ വിമർശനം കടുപ്പിച്ച് KCBCയും രംഗത്തെത്തി. നീതി നിഷേധമാണ് നടക്കുന്നതെന്നും രാജ്യത്തെ നിയമവാഴ്ച സാമൂഹ്യനീതിക്കും ഭരണഘടനയ്ക്കും യോഗ്യമായ രീതിയിലാകണമെന്നും ഫാദർ തോമസ് തറയിലും പറഞ്ഞു. നീതി നിഷേധമാണ്. നമുക്ക് നിയമവാഴ്ച ഉണ്ടാവണം നമ്മുടെ രാജ്യത്ത്. അത് സാമൂഹ്യനീതിക്കും സാമാന്യനീതിക്കും ഭരണഘടനയ്ക്കും യോഗ്യമായ രീതിയിലായിരിക്കണം നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ വരുന്നത്. ചില ഡേറ്റകൾ കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ FCRA ബിൽ എന്ന് പരിശോധിച്ചാൽ വിദേശത്തു നിന്നുള്ള സാമ്പത്തിക സഹായങ്ങളുടെ വിനിയോഗം നിയന്ത്രിക്കുന്നു. 2010 ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേറ്ററി ആക്ട് നിലവിൽ വന്നത്. കേന്ദ്ര സർക്കാരിന്റെ കണക്കനുസരിച്ച് 15,010 സർക്കാർ ഇതര സന്നദ്ധ സ്ഥാപനങ്ങളാണ് വിദേശ ഫണ്ട് സ്വീകരിക്കുന്നത്. ഈ ഫണ്ട് രാജ്യത്തെ സാമൂഹിക സാംസ്കാരിക സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. പുതിയ ഭേദഗതികൾ എന്തൊക്കെയെന്ന് പരിശോധിച്ചാൽ FCRA ലൈസൻസ് റദ്ദാക്കപ്പെടുന്ന സ്ഥാപനത്തിന്റെ എല്ലാ അധികാരങ്ങളും ഒരു അതോറിറ്റിയുടെ കീഴിലാകും. ലൈസൻസ് റദ്ദാക്കുന്ന ഭൂമിയും കെട്ടിടങ്ങളും സർക്കാർ ഉടമസ്ഥതയിലാക്കാനും ഭേദഗതിയിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. സെക്ഷൻ 16A(6) പ്രകാരം സർക്കാരിലേക്ക് എത്തുന്ന ആസ്തികൾ സർക്കാരുകളുടെ വിവിധ വകുപ്പുകൾക്ക് കൈമാറാം. അതോറിറ്റി പിടിച്ചെടുക്കുന്ന ആസ്തികളിൽ ലേലം ചെയ്ത് വിൽക്കാമെന്നും ഭേദഗതിയിൽ പറയുന്നുണ്ട്. സർക്കാർ ഏറ്റെടുക്കുന്ന സ്ഥാപനങ്ങൾ ഏജൻസികൾക്കോ വ്യക്തികൾക്കോ കൈമാറാനും സാധിക്കും. ലേലം ചെയ്ത ആസ്തികൾക്ക് അതോറിറ്റി നൽകുന്ന സെയിൽസ് സർട്ടിഫിക്കറ്റ് ഉടമസ്ഥാവകാശത്തിന്റെ രേഖയായി പരിഗണിക്കും. വിദേശ ഫണ്ടുകൾ ഉപയോഗിച്ച് ആർജിച്ച ആസ്തികൾ 3 കാരണങ്ങൾ പറഞ്ഞ് കേന്ദ്ര സർക്കാരിന് ഏറ്റെടുക്കാം. നിശ്ചിത സമയപരിധിക്കുള്ളിൽ FCRA ലൈസൻസ് പുതുക്കി കിട്ടിയില്ലെങ്കിൽ ആസ്തികൾ ഏറ്റെടുക്കും. റദ്ദാക്കിയ ലൈസൻസ് പുനഃസ്ഥാപിക്കാതിരുന്നാൽ ആസ്തികൾ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കും. നിലവിലെ ലൈസൻസ് സറണ്ടർ ചെയ്താലും ആസ്തികൾ കേന്ദ്ര സർക്കാരിന് ഏറ്റെടുക്കാവുന്നതുമാണ്. കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനോ സർക്കാർ സ്ഥാപനമോ ആണ് ഈ അതോറിറ്റി. FCRA ലൈസൻസ് നഷ്ടപ്പെടുന്നവരുടെ ലൈസൻസ് താത്കാലികമായി ഏറ്റെടുക്കുന്നതും ഈ അതോറിറ്റിയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് മാത്രമാണ് ഈ അതോറിറ്റി കടപ്പെട്ടിരിക്കുന്നത്. അതോറിറ്റിക്ക് സിവിൽ കോടതിയുടെ അധികാരം ഉണ്ടാകുമെന്നും ഭേദഗതിയിലുണ്ട്. രാജ്യത്ത് വിദേശ ഫണ്ട് ഉപയോഗിച്ച് സാമൂഹിക സാംസ്കാരിക സേവനങ്ങൾ നടത്തുന്നതിൽ ഏറെയും ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. ലൈസൻസ് നഷ്ടപ്പെട്ടാൽ വിദേശ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്ഥാപനങ്ങൾ കൈവിട്ടു പോകുമെന്നാണ് നിലവിലെ ആശങ്ക. കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ച് വരുമ്പോഴും ഇതൊരു നല്ല ഉദ്ദേശത്തോടെ ഒരു ബില്ല് കൊണ്ടുവരുന്നു എന്ന് നമുക്കങ്ങനെ നിഷ്കളങ്കമായി കാണാൻ പറ്റുമോ? പറ്റില്ല എന്നാണ് നമ്മളിതെല്ലാം പരിശോധിക്കുമ്പോൾ മനസ്സിലാവുക. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കത്തിനെതിരെ ക്രൈസ്തവ സഭകളും അതുപോലെ തന്നെ CPM-ഉം CPI-യും കോൺഗ്രസും പോലുള്ള പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന വിമർശനങ്ങളാണല്ലോ ശരി എന്ന തോന്നലാണ് മുഴുവനായിട്ട് പരിശോധിച്ചാൽ നമുക്കുണ്ടാവുക. അതിലൊന്നാമത്തേത് ശ്യാമിലി, നമ്മളിതിൽ കണ്ട ഇപ്പോൾ വിശദാംശങ്ങളിൽ കണ്ട 2 കാര്യങ്ങൾ. അതായത് ഒന്ന് ഈ അതോറിറ്റി, 2 ഈ FCRA പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനികളുടെ രജിസ്ട്രേഷൻ പോയാലോ, ലൈസൻസ് റദ്ദാക്കപ്പെട്ടാലോ, ലൈസൻസ് പുതുക്കാൻ കാലതാമസം ഉണ്ടായാലോ ഈ പറയുന്ന സ്വത്തുക്കൾ മുഴുവൻ ഈ പറയുന്ന അതോറിറ്റിയിലേക്ക് പോകും എന്നുള്ളതാണ്. അത് പിടിച്ചെടുക്കാൻ അതോറിറ്റിക്ക് അവകാശമുണ്ടാകും എന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രശ്നഭരിതമായിട്ടുള്ള കാര്യമായിട്ട് സഭകളും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ മേഖലയിലുള്ള ആളുകളെല്ലാം പറയുന്നത്. അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ ലൈസൻസ് വൈകിയാൽ പോലും, പുതുക്കാൻ വൈകിയാൽ പോലും
അവരുടെ കൈവശമുള്ള ആ സ്ഥാപനത്തിൻ്റെ കൈവശമുള്ള വിദേശ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്വത്തുവകകളെല്ലാം തന്നെ അതോറിറ്റിയുടെ കൈവശത്തേക്ക് പോകും. എന്ന് വെച്ചാൽ ഈ പറയുന്ന സംവിധാനത്തിന് മുകളിൽ ഒരു പ്രത്യേക അതോറിറ്റിയെ ഉണ്ടാക്കിയിട്ട് ഈ അതോറിറ്റിയാണ് ഈ സ്വത്തുവകകൾ കൈകാര്യം ചെയ്യുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ, നമ്മൾ ആദ്യ ദിവസം ചർച്ച ചെയ്തപ്പോൾ നമുക്ക് വിശദമായിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാനെന്ന് പറഞ്ഞൊരു കാര്യം, ഇത് ആലോചിച്ച് നോക്കുമ്പോൾ എന്താണ്, നമ്മുടെ വഖഫ് ഭേദഗതി ബില്ലുമായിട്ട് വലിയ സാമ്യം ഇതിനുണ്ട് എന്ന് നമുക്ക് കാണാം. അതായത് വഖഫ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് വിശദമായിട്ട് ചർച്ച ചെയ്തായിരുന്നു. വഖഫ് എന്ന് വെച്ചാൽ ഒരു ഇസ്ലാം മതവിശ്വാസി അയാളുടെ സ്വമേധയാ അദ്ദേഹത്തിൻ്റെ സ്വത്ത് മതത്തിന് വേണ്ടിയിട്ട്, മതകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംഭാവന നൽകുന്നതാണ്, പരിത്യജിക്കുന്നതാണ് വഖഫ് എന്ന് പറയുന്നത്. അത് കൈകാര്യം ചെയ്യാൻ ഒരു വഖഫ് ബോർഡുണ്ട്. ആ വഖഫ് ബോർഡിനകത്തുള്ള ഭേദഗതി എന്തായിരുന്നു, അതായത് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് കൂടെ അംഗത്വം കൊടുത്തുകൊണ്ട് അതൊരു മറ്റൊരു സമിതിയാവുകയും ഈ ബോർഡ് ഇപ്പം വഖഫ് ബൈ യൂസർ എന്ന് വെച്ചാൽ ഉപയോഗത്തിലൂടെ വന്ന വഖഫ് സ്വത്തുക്കളെ പിടിച്ചെടുക്കാനും കൈകാര്യം ചെയ്യാനും ഒക്കെ ഈ വഖഫ് ബോർഡിന് പുറത്തുള്ള അതോറിറ്റിക്ക് അത് ഒരു പൊതു സ്വത്തായി മാറുകയൊക്കെ ചെയ്യുന്ന മറ്റൊരു വിശാലമായ കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ആ ഘട്ടത്തിൽ അത് വിമർശമായിട്ട് വരുന്നത്. ഏതാണ്ട് അതോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയായിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുക. ഇപ്പോൾ FCRA വിദേശത്ത് നിന്ന് വരുന്ന പണം നിശ്ചയമായിട്ടും കൈകാര്യം ചെയ്യപ്പെടേണ്ടതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളാൽ. അക്കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ നിയമങ്ങളാലും ചട്ടങ്ങളാലും നിബന്ധിക്കപ്പെടേണ്ടതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരം പണമിടപാടുകളും. കാരണം വിദേശ രാജ്യങ്ങൾക്ക് പണം നൽകിക്കൊണ്ട് നമ്മളെ ഛിദ്രപ്പെടുത്താനും മറ്റുമൊക്കെയുള്ള കുഴപ്പങ്ങളിലേക്ക് കൊണ്ടുപോകാനൊക്കെ. അതുകൊണ്ട് വിദേശ രാജ്യത്ത് വരുന്ന പണം എങ്ങനെ വരുന്നു, എന്തിനു വേണ്ടി ചിലവഴിക്കുന്നു, അത് കൃത്യമായിട്ട് നിരീക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യം ഉണ്ടായ കാലം തൊട്ട് അതിൻ്റെ പലവിധങ്ങളായുള്ള നിയമങ്ങൾ തൊട്ട് അത് അങ്ങനെ നിയമങ്ങൾ ഇപ്പോൾ തന്നെയും നമുക്കുണ്ട്. ഈ FCRA ആക്ട് തന്നെ ഈ ഭേദഗതി വരുത്താതെ തന്നെയും ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കാവുന്ന സംവിധാനം ഈ നാട്ടിലുണ്ട്. അത് ആ നിലക്ക് പരിശോധിച്ച് തന്നെയാണ് കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്ത് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ വഖഫിൻ്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ഈ കാര്യങ്ങളാണെങ്കിലും ഈ ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അപരരായിട്ട് നിർത്തുന്ന ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കാനായിട്ട് ഈ കാര്യങ്ങൾ ഉപകരിക്കുകയാണ്, അല്ല ഇതുകൊണ്ട് ചെയ്യുകയാണ് എന്നൊരു തോന്നലാണ് നമുക്കുണ്ടാവുക. അതായത് ഈ ക്രൈസ്തവ സഭാ സ്ഥാപനങ്ങളും ഈ ചാരിറ്റബിൾ സൊസൈറ്റിയും വിദേശത്ത് നിന്ന് പണം സ്വീകരിച്ച് ഈ കാര്യങ്ങൾ നടപ്പാക്കുന്ന ഈ സംവിധാനങ്ങളും ഈ വഖഫ് ബോർഡ് പോലുള്ള സംവിധാനങ്ങളുമെല്ലാം ഈ പണം ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് കുഴപ്പത്തിലൂടെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം നിൽക്കുകയാണെന്നൊരു പരിപ്രേക്ഷ്യം പുറത്തേക്ക് ഇത് സംപ്രേഷണം ചെയ്യുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം നടക്കുന്നത്. കേന്ദ്ര സർക്കാർ അതാണ് ആലോചിക്കുന്നത്, അതാണ് അവരുടെ ഉദ്ദേശം എന്നാണ് ഇതിനെ വിമർശിക്കുന്ന ആളുകൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്നൊരു ഭേദഗതി കൊണ്ടുവരികയും ഇങ്ങനെ ആ ഭേദഗതി ബില്ലാക്കുകയും അതുവഴി ഒരു പുറത്തുള്ളൊരു അതോറിറ്റി, ഇപ്പോൾ ഈ അതോറിറ്റിയെ പറ്റിയിട്ട് CPM കോൺഗ്രസും അടക്കമുള്ള ആളുകൾ അവരുടെ MP-മാർ അവരുടെ നേതാക്കൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അതോറിറ്റിക്ക് അസാമാന്യമായുള്ള പവർ കൊടുക്കുകയാണ്. അതായത് ഇങ്ങനെ സ്വത്തുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേക സംഘടന, സന്നദ്ധ സംഘടന വിദേശത്ത് നിന്ന് പണം സ്വീകരിച്ചിട്ട് ഇവിടെ ഒരു ചാരിറ്റബിൾ ഒരു സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് അതിന് പേരിൽ സ്കൂളും ഈ പറയുന്ന മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നു എന്ന് കരുതുക. അപ്പോൾ അതിനകത്തൊരു ലൈസൻസ് രജിസ്റ്റർ ചെയ്യാനോ പുതുക്കാനോ മറ്റോ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഉടനെ ആ ഹോട്ടലുകളും ഹോസ്പിറ്റലുകളും സ്കൂളുകളും എല്ലാം ഈ പറയുന്ന അതോറിറ്റിയുടെ കൈവശത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ അതോറിറ്റിയെ നിശ്ചയിക്കുന്നത് ആരാണ്? ആ അതോറിറ്റിയിലെ അംഗങ്ങൾ ആരായിരിക്കും? സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന സംവിധാനത്തിനകത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ആളുകളല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് എക്സ്റ്റേണലായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെയും അവരെ നയിക്കുന്ന രാഷ്ട്രീയ പക്ഷത്തിൻ്റെയും ആളുകളെ തിരികെ കയറ്റിയുള്ള അതോറിറ്റി രാജ്യത്തെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ഇത്തരം സംഭവ വികാസങ്ങളെ സംവിധാനങ്ങളെ കുഴപ്പമാണെന്ന് ചൂണ്ടിക്കാട്ടാനും അത് പിടിച്ചെടുക്കാനുമായിട്ട് പ്രവർത്തിക്കുന്നു എന്നതാണ് ഈ ഭയത്തിൻ്റെ ആകെത്തുകയായിട്ടുള്ള കാര്യം. ഇത് തന്നെയാണ് വഖഫിൻ്റെ കാര്യത്തിൽ നടന്നത്. അതായത് എന്തിനാണ് വഖഫിൻ്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നിശ്ചയിക്കുന്നത്, മറ്റൊരു അതോറിറ്റി ഉണ്ടാകുന്നത്, ജില്ലാ കളക്ടറുള്ള ആളുകൾക്ക് സംവിധാനങ്ങൾക്ക് കൂടുതൽ പവർ വരുന്നതെന്ന് വെച്ചാൽ അവർ കുഴപ്പമാണ് ചെയ്യുന്നത് എന്ന ഒരു പ്രാഥമിക മുൻവിധിയെ സൃഷ്ടിച്ചിട്ട് അതിനകത്ത് നിന്ന് ഈ കാര്യങ്ങളെ അവരവരുടെ രാഷ്ട്രീയ പക്ഷപാതത്തെ വ്യക്തമാക്കുക, അത് സമൂഹത്തിനൊരു പരിപ്രേക്ഷ്യമായിട്ട് കൊടുക്കുക. അത് വെച്ചിട്ട് ഈ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ സമുദായാംഗങ്ങൾക്ക് പുറത്തുള്ള ന്യൂനപക്ഷ സമുദായങ്ങൾ, ന്യൂനപക്ഷ മതങ്ങളുടെ സംവിധാനങ്ങൾ കുഴപ്പത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന ഒരു ചിത്രം പൊതുസമൂഹത്തിലേക്ക് കൊടുക്കുക എന്ന ദുഷ്ടലാക്കാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിമർശകരെല്ലാം പറയുന്നൊരു കാര്യം. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ശ്യാമലി? ഇപ്പോൾ ആ ബില്ല് ഇന്ന് അമിത്ഷാ പ്രസൻറ്റ് ചെയ്യുമെന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. പക്ഷേ അവരതിന് പിന്നോട്ട് പോയി. കിരൺ റിജിജു എന്ന് പറഞ്ഞു ഇല്ല, ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? കേരളത്തിൽ അത് വലിയ പ്രശ്നമാണ്. കേരളത്തിൽ മാത്രമല്ല അസമിലും ഇത് രാഷ്ട്രീയമായിട്ട് തെരഞ്ഞെടുപ്പ് കാലത്തൊരു വലിയ വിഷയമാണ്. ഇപ്പോൾ NK പ്രേമചന്ദ്രൻ MP പറഞ്ഞില്ലേ, അതായത് ഇത് എന്തെങ്കിലും ഭേദഗതികളോടെ പിന്നീട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ കൊണ്ടുവരാതിരിക്കാനോ അല്ല ഇവരിപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. എന്തിനാണ് ഇത്? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇത് സമ്പൂർണ്ണമായിട്ട് വീണ്ടും ഇതേ രൂപത്തിൽ തന്നെ വരും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് വസ്തുതാപരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ BJP സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് ഇങ്ങനെ ഈ കാര്യത്തിൽ പിന്നോട്ട് പോയത് എന്ന അവകാശവാദം ഉയർത്തിയായിട്ട് അവിടെ കണ്ടു. അത്
വസ്തുതാപരമാണ് എന്ന് ചോദിച്ചാൽ അത് വസ്തുതാപരമായിരിക്കും. കാരണം അങ്ങനെ ഇലക്ഷൻ കഴിയുന്നത് വരെയാണ്. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ആ സമ്മർദ്ദം അവരുടെ മേലില്ല. പക്ഷേ BJPക്ക് തിരിച്ചടി വന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ 18% കേരളത്തിലെ ക്രിസ്ത്യൻ ക്രൈസ്തവ ജനസംഖ്യയുള്ളത്, ആ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തിൻ്റെ വോട്ട് ചില നിർണായക മണ്ഡലങ്ങളിലെങ്കിലും തങ്ങൾക്ക് ക്യാൻവാസ് ചെയ്തെടുക്കാം എന്നൊരു തോന്നലിലായിരുന്നു, ആഗ്രഹത്തിലായിരുന്നു. അതേതാണ്ട് നടക്കുകയും ചെയ്തേനെ ഒരർത്ഥത്തിൽ, ഒരളവോളം. അങ്ങനെ അതിന് പക്ഷേ വിഘാതമായിരിക്കുന്നു. കാരണം എന്താണ്, ഇത് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്ക് മുന്നിൽ, ക്രൈസ്തവർക്ക് മുമ്പിൽ ഇത് വെളിവാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് വഖഫ് ഭേദഗതി സംഗതിയൊക്കെ വന്നപ്പോൾ ഈ കാസ പോലുള്ള സംവിധാനങ്ങൾ, പിന്നെ ക്രൈസ്തവരിൽ തന്നെ കുറേ വിഭാഗം ആളുകൾ ഇത് സന്തോഷിച്ചിരിക്കുകയായിരുന്നു. അതായത് അവർക്ക് കിട്ടി. ആദ്യം അവരെ തേടി വന്നപ്പോൾ ഇവർ ഒന്നും മിണ്ടിയില്ല എന്ന് മാത്രമല്ല, കുറച്ച് സന്തോഷത്തോടെ ഇരിക്കുകയും ചെയ്തു ഇവരിൽ പല ഭാഗവും. പക്ഷേ ഇപ്പോൾ അത് അവരെ തേടി വന്നിരിക്കുകയാണ്. അവരെ തേടി നിന്നപ്പോൾ അവരോടെല്ലാവരും ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ആളുകൾ ഈ 18% BJPക്ക്, 18%മാണ് കേരളത്തിൽ ക്രൈസ്തവരാകെയുള്ളത്. അപ്പോൾ അതിനകത്ത് നിർണായകമായ ചില മണ്ഡലങ്ങൾ ഇവർക്ക് വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചെടുത്തതെന്ന് ചെറിയ ബുദ്ധിമുട്ട്, ചെറുതല്ലാത്ത ബുദ്ധിമുട്ട് അക്കാര്യത്തിൽ ഇതിനകം തന്നെയും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലാണെങ്കിൽ ഈ ഇലക്ഷനിൽ മാത്രമല്ല ശ്യാമലി, അതായത് കേരളത്തിലെ പ്രത്യേകമായുള്ള ഈ ജനസംഖ്യാ സംഗതികൾ വെച്ചിട്ട് മുസ്ലിം വോട്ട് എങ്ങനെ ക്യാൻവാസ് ചെയ്യാനും അവർക്ക് സാധിക്കില്ല എന്ന സാഹചര്യമുണ്ട്. 26%, 27% ആ വോട്ടുണ്ട്. ഈ 18% വരുന്ന ഈ ക്രൈസ്തവ വോട്ടിലും ഇപ്പോൾ ഈ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി. ഇത് ഇപ്പോൾ തൽക്കാലത്തേക്ക് പിൻവലിച്ചത് പോലും ഒരു ഇലക്ഷൻ മറികടന്ന് പോകാനുള്ള ഒരു താൽക്കാലിക സംവിധാനം മാത്രമാണ് എന്ന് നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ന്യൂനപക്ഷങ്ങളെ, അതായത് ക്രൈസ്തവരും മുസ്ലിങ്ങളുമൊക്കെ അപരരാണ്. അവരുടെ സംവിധാനങ്ങളിൽ മേൽ ഈ ഭൂരിപക്ഷ ഹിന്ദു മതത്തിൻ്റെ രാഷ്ട്രീയ പ്രതിനിധാനമായിട്ടുള്ള ഹിന്ദുത്വ രാഷ്ട്രീയ സംഘങ്ങളുടെ നിയന്ത്രണാധികാരത്തിലുള്ള ഈ സർക്കാർ ഈ ന്യൂനപക്ഷ ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളുടെ സമ്പത്തിലൊക്കെ മതിയായ കർക്കശമായിട്ടുള്ള നിയന്ത്രണം വെക്കണം എന്ന രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ പറയുന്നത് ശരിയാണ് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ടി വരും ഈ സംഭവങ്ങളെല്ലാം കാണുമ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഞാനും ഇത്, അതായത് ഞാൻ ആലോചിക്കുന്നത് കുറച്ചുകൂടെ ലളിതമായി പറയുമ്പോഴാണ്, പൂച്ച ഭയങ്കര കൗശലമുള്ള ഒരു ജീവിയാണ്. ഈ പൂച്ച വിചാരിക്കുക കണ്ണടച്ച് പാൽ കുടിച്ചു കഴിഞ്ഞാൽ ആരും മനസ്സിലാക്കില്ല എന്നുള്ളതാണ്. പക്ഷേ അത് ഇങ്ങനെ ഒരു ഇലക്ഷൻ കാലത്തിലായിപ്പോയി എന്നുള്ളതാണ്. ആ FCRA പോലുള്ളൊരു തീവ്ര ഭേദഗതിയോടുകൂടി ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ഒരു ഭൂരിപക്ഷത്തെ ഒരു ഭൂരിപക്ഷ ജനതയുണ്ടല്ലോ ഇവിടെ, ആ ഭൂരിപക്ഷ ജനതയ്ക്ക് മുന്നിലേക്ക് അവരാണ് ഏറ്റവും അധികം ഇതിന് പ്രതിരോധം തീർക്കേണ്ടത്. സത്യത്തിൽ ഇതുമായി ഇറങ്ങുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരെ തേടി വന്നപ്പോൾ ഇങ്ങനെ ഇരിക്കുകയും പിന്നീട് ഞങ്ങളെ തേടി വരുമ്പോൾ കുറച്ചാണെങ്കിലും ആശങ്കപ്പെടുകയും ഇനിയുമില്ലാത്ത ഇതിലൊന്നും ബാധിക്കപ്പെടാത്ത ഒരു ഭൂരിപക്ഷ ഒരു സമൂഹം ഇവിടെ ഉണ്ടല്ലോ, അവർക്ക് മുന്നിലേക്ക് ഒരു 2-3 കാര്യങ്ങൾ വെക്കുകയാണ്. ഇത് രാജ്യ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്, ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തടയിടുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് അവരെ ഈ കാര്യത്തിൽ ബോധ്യപ്പെടുത്തി ഇങ്ങനെ ഒരു കാര്യം ഒളിച്ചു കടത്താനുള്ള ഒരു ശ്രമമായിരുന്നു നിലവിൽ താത്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നതെന്നാണ് ഇതാകെ തുകയായി പരിശോധിക്കുമ്പം വെളിവാകുന്ന ഒരു കാര്യം. സത്യത്തിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഈ ഘട്ടത്തിൽ പ്രതിഷേധമുയരുമ്പോൾ ഇത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയല്ല, അങ്ങനെ ഒരു നെറേറ്റീവ് ഇതിനില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജറി ഇതിന് കൊടുക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ പോലും നമുക്കങ്ങനെ തോന്നുന്ന തന്നെ ആകെത്തുകയായി അതിന് തോന്നുന്ന തന്നെ ആദ്യം തോന്നിപ്പിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ലോക്സഭയിൽ ഇത് അവതരിപ്പിക്കുമ്പോഴുള്ള വാക്കുകൾ തന്നെയായിരുന്നു. അതിങ്ങനെയായിരുന്നു, അതെ ഈ ഭേദഗതികൾ അപകടകരം തന്നെയാണ്, പക്ഷേ അത് നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവർക്കും വിദേശ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്ത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കും മാത്രമാണ്. ഇതല്ലേ ഇപ്പോൾ സനീഷ് പറയുകയും ചെയ്തത്. അത്തരമൊരു ഇവരെന്തോ അപകടകരമായ ഒരു കാര്യങ്ങളാണ് ഈ ഫണ്ട് വഴി ഉപയോഗിച്ചുകൊണ്ട് ഈ സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ സേവനം എന്ന നിലയിൽ ഒക്കെ ചെയ്തു വരുന്നത് എന്നുള്ളൊരു നറേറ്റീവ് അവിടെ ഉണ്ടാക്കുകയാണ്. സത്യത്തിൽ ഇത് ആർക്കെതിരെയാണ് ആരോപിക്കപ്പെടുന്നത്? ഇതിൽ നിർബന്ധിത മതപരിവർത്തനം എന്നുള്ള ഒറ്റ വേർഡ് വന്നപ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും ഇത് ആർക്കെതിരെ ആരോപിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായി ഏത് വിഭാഗമാണ് ഇവിടെ ക്രൂശിക്കപ്പെടുന്നത്, അതിൻ്റെ ഭാഗമായി എന്തൊക്കെ ഇവിടെ സംഭവവികാസങ്ങൾ ഉണ്ടായി എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. 7 തവണയാണ് ഇത് ഭേദഗതി ചെയ്തിട്ടുള്ളത് BJP സർക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിലയിലേക്ക് വേണ്ടി അവർ ഇതിനെ മാറ്റിയെടുത്ത് അവർക്ക് ആവശ്യമായ രീതിയിൽ നിലവിൽ അതിനെ പരുവപ്പെടുത്തിയെടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് 2016-ലും 2018-ലും 2020-ലൊക്കെ ഇതിൽ ഭേദഗതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് പെട്ടെന്ന് തോന്നും ഇതിപ്പോൾ എന്തിനാണ് ഇത്ര ആശങ്കപ്പെടുന്നത്, രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്താതിരുന്നാൽ പോരെ,
അങ്ങനെയെങ്കിൽ ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് നമുക്ക് വളരെ നിഷ്കളങ്കമായി ഇതിനെ സമീപിക്കാം. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പരിശോധിച്ച പോലെ നിശ്ചിത സമയത്തിനുള്ളിൽ ഇതിൻ്റെ ലൈസൻസ് പുതുക്കി കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ലൈസൻസ് സറണ്ടർ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. ഇനി റദ്ദാക്കപ്പെട്ട ലൈസൻസ് പുനഃസ്ഥാപിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ ഫണ്ട് കൊണ്ട് വികസിപ്പിച്ചെടുത്ത മുഴുവൻ ആസ്തികളും ഒരു അതോറിറ്റിക്ക് കീഴിലാവും എന്നുള്ളതാണല്ലോ വ്യവസ്ഥ. ആ വ്യവസ്ഥ സത്യത്തിൽ ഇത്ര സന്നദ്ധ സേവന മൈൻഡോടുകൂടി ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ കയ്യിൽ വിലങ്ങിടുകയാണ്. ഇന്ന് വന്നിട്ട് KCBCയുടെ ഒരു വക്താവ് ഇവിടെ കുറച്ച് പ്രതികരണങ്ങൾ നടത്തുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തരുന്നത് സാധാരണഗതിയിൽ തന്നെ ഈ FCRA ലൈസൻസ് പുതുക്കുവാനോ അതിൽ റിന്യൂ ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ചില കാലതാമസങ്ങൾ നേരിടും. ഇതൊക്കെ മനുഷ്യൻ കൈകാര്യം ചെയ്യുന്ന കാര്യമാണല്ലോ, ചില കാലതാമസങ്ങൾ നേരിടും. പക്ഷേ ഈ പുതിയ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ അത്തരം ഒരു കൺഫ്യൂഷനോ ഒരു കാലതാമസമോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കത് ഈസിയായി അത് എടുത്തു മാറ്റുവാനോ അല്ലെങ്കിൽ അത് നിഷേധിക്കുവാനോ ഉള്ള ഉപാധിയായി അവരിതിനെ കാണും. കാരണം അത് പറയുന്നതിൻ്റെ ഒരു കാര്യം കൂടെ ഒരു അതോറിറ്റീൻ്റെ കാര്യം കൂടെ നമ്മൾ പറയുകയാണല്ലോ. ആ അതോറിറ്റി കേന്ദ്ര സർക്കാർ ആഭ്യന്തര മന്ത്രാലയത്തിന് മാത്രം റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു അതോറിറ്റിയാണത്. അവർക്ക് വലിയ പരമാധികാരങ്ങൾ അവർ കൊടുക്കുകയും ചെയ്യുന്നു. ഈ അതോറിറ്റി ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനോ ഒരു സ്ഥാപനമോ ആയിരിക്കും. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയൊരു സമിതിക്ക് മുന്നിലേക്ക് ആരുടെയെങ്കിലും ഒരു ലൈസൻസ് റിന്യൂ ചെയ്യാനോ ഏതെങ്കിലും സംഘടനയോടോ വരികയും ചെയ്യുമ്പോൾ അവർക്ക് ഈ നിസ്സാരമായ കാര്യങ്ങൾ ഔദ്യോഗികമായ ഒരു കാര്യത്തിൻ്റെ ഉള്ളിൽപ്പെടുത്തിക്കൊണ്ട് അവരുടെ ലൈസൻസ് റദ്ദാക്കുകയോ ഇനി നിങ്ങളുടെ സ്ഥാപനങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുകയോ ചെയ്യുന്നു എന്ന് പറയാം. അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമില്ലേ സ്വാഭാവികമായും. ഇനി അതിലുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും ഞാൻ ഇതിൽ ശ്രദ്ധിച്ചപ്പോൾ, അതായത് ഈ FCRA ലൈസൻസ് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അത് ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത ആരാധനാലയങ്ങളും ഏറ്റെടുക്കാമെന്നുള്ളത്. അത് മറ്റേതെങ്കിലും സ്ഥാപനം ഏറ്റെടുക്കുന്നത് പോലെ അത് കുറച്ചുകൂടെ വൈകാരികമായിട്ടുള്ളൊരു വിഷയമാണ്. അതിൽ മതപരമായ സ്വഭാവം നിലനിർത്തി അത് കൈമാറ്റം ചെയ്യാം എന്നും അതിനുള്ളിൽ വ്യവസ്ഥയുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം അനുസരിച്ച് 25, 26 എന്നിവ പ്രകാരം ഓരോ മതവിഭാഗത്തിനും അവരുടെ മതപരമായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും ഭരിക്കാനും അവകാശമുണ്ട്. സത്യത്തിൽ ഇങ്ങനെയൊരു ഭേദഗതിയുടെ ഒരു ക്ലോഷർ ഇവിടെ വരുമ്പോൾ സത്യത്തിൽ എന്ത് സംഭവിക്കുന്നു? സർക്കാർ മൗലികമായ അവരുടെ അവകാശങ്ങൾക്ക് മേലുള്ള ഒരു കടന്നുകയറ്റവുമായി തന്നെ ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ വന്ന് ഭവിക്കുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് സത്യത്തിലൊരു ഈ വിഭാഗത്തെ മെരുക്കുന്ന ഒരു തന്ത്രമായി തന്നെയാണ് നിലവിൽ പരിണമിച്ച് വന്നിട്ടുള്ളത്. അതുതന്നെയാണ് ഈ ഭേദഗതികൾ സൂചിപ്പിക്കുമ്പോഴും മനസ്സിലാവുന്നത്. ഇതിൻ്റെ എല്ലാ ഇതിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും വായിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ നിലവിൽ ഇതുകൊണ്ട് ഏറ്റവും അധികം ഈ ബാധിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ സംഘടനയും BJP തന്നെയാണെന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം അവർ കേക്കുകളുമായി അരമനയും കയറി, അതുമാത്രവുമല്ല പലയിടങ്ങളിലും ഈ സഭാ സമവാക്യമൊക്കെ ഒപ്പിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെയും നിർത്തി വലിയ തോതിൽ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട്, ഇപ്പം കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയൊക്കെ തൃശ്ശൂരിൽ ജയിക്കുന്നതിൻ്റെ അവർക്ക് സഭയുടെ വോട്ടും കൂടി, സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ വോട്ടും കൂടി ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെയാണല്ലോ നമ്മളും കരുതുകയും കണക്കുകൂട്ടുകയും ചെയ്യുന്നത്. കണക്കുകൾ ഒപ്പിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാവുന്നത്. പക്ഷേ അത്തരമടക്കം പ്രതീക്ഷകൾ കൂടി വലിയ രീതിയിൽ അവർ മുന്നോട്ട് പോകുമ്പോഴാണ് ഇരുട്ടടിയായി നിലവിൽ FCRA ബിൽ വന്നിരിക്കുന്നത്. അവർക്ക് വലിയ തിരിച്ചടി തന്നെയാണ് സത്യത്തിൽ ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. നിലവിലെ ഈ താത്കാലിക വെടിനിർത്തൽ പോലും അവരുടെ സമ്മർദ്ദം മുഖേന ഉണ്ടായതാണ്. അപ്പോഴും NK പ്രേമചന്ദ്രൻ പറയുന്നത് അവിടെ വളരെ പ്രസക്തമായി നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പൂർവാധികം ശക്തിയോടെ തിരികെ വരികയും അത് നടപ്പാക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഒരു പോയിന്റ് ഞാൻ പറയട്ടെ. അതായത് ഒരു പോയിന്റ് കൂടെ, അതായത് ഇതിനകത്ത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് FCRA ആക്ടുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യം, ഇതിനകത്ത് നിന്ന് മാറി നിൽക്കുന്ന ഒറ്റ സംഘടനയെ രാജ്യത്തുള്ളൂ, അത് RSS ആണ്. രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ചാരിറ്റി സംഘടനകളിലൊന്നാണ്. അതായത് അവർ സാംസ്കാരിക സംഘടന എന്നാണ് പറയുക. പക്ഷെ അത് FCRA അത് ഒരുപാട് ഒരു 10-40 അതിനോട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള സംഘടനകളുണ്ട്. അത് പല സംഘടനകളും പല മേഖലകളിലും ഈ പറയുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുകയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്പിറ്റൽസും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ്, സംഘടനയാണ് RSS. പക്ഷേ RSS FCRA ആക്ടിൽ ഇല്ല. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ്, പക്ഷേ ഇന്നലെയോ PK ബിജു CPM സംസ്ഥാന സെക്രട്ടറി അംഗം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്, യഥാർത്ഥത്തിൽ FCRA ആക്ടിൽ നിന്ന് RSSനെ ഒഴിവാക്കി കൊടുത്തത് കോൺഗ്രസ് ആണ് എന്ന്. ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് അതുണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇത്രയും വലിയ ഭേദഗതി വരുമ്പോൾ ക്രൈസ്തവ സഭാ സംവിധാനങ്ങളെ മാത്രമായിട്ട് തന്നെ കൂടുതലായിട്ട് വരികയും നമ്മുടെ നാട്ടിലെ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയാവുന്ന ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആദിവാസി മേഖലകളിൽ പോലും, ഇപ്പോൾ വനവാസി കല്യാണാശ്രമം ഒക്കെ പറഞ്ഞിട്ട് സംഘടനകളുണ്ട് അവർക്ക്, അവിടങ്ങളിലേക്ക് പ്രവർത്തിക്കുന്ന പോലുമായിട്ടുള്ള ഈ വലിയ സംവിധാനം ഈ FCRA ആക്ടിനകത്ത് വരില്ല. അതിൻ്റെ വിശദീകരണങ്ങൾ RSS തരും കേട്ടോ. അത് പലതരത്തിലാണ്. RSSൻ്റെ പല പ്രവർത്തനങ്ങളെയും പോലെ അത് വളരെ പഴുതുറച്ചിട്ടുള്ള ഒരു കാര്യത്തിലൂടെയാണ് ഇത് വരുന്നത്. പക്ഷേ എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടെ ചർച്ചയാകാനുള്ള ഒരു അവസരമായിട്ടാണ് ഇത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇതിനെ കാണുന്നത്.
നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിന് വേണ്ടിയാണ് FCRA ബില്ലെന്നും ഇനി വിഷയത്തിൽ ക്രൈസ്തവ സഭയുമായി ചർച്ചയില്ലെന്നുമാണ് കേന്ദ്രമന്ത്രിമാർ ഇതുവരെ നിലപാടെടുത്തത്. എന്നാൽ ഒടുക്കം പ്രതിഷേധം ശക്തമായതോടെ തത്കാലം ഇപ്പോൾ ബില്ല് ലോക്സഭയിൽ ചർച്ച ചെയ്യേണ്ട എന്ന നിലപാടിലേക്ക് കേന്ദ്രം എത്തിയിരിക്കുകയാണ്. ക്രൈസ്തവ സഭകളാകെ തങ്ങൾക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയതോടെ കേരളത്തിലെ അടക്കം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ഭയം BJPക്കുണ്ട് എന്നാണ് പരക്കെ ആക്ഷേപം. നേരത്തെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോഴും കേരളത്തിലെ BJP നേതാക്കളിൽ ആ ഭയം നമ്മൾ കണ്ടതുമാണ്. എന്തായാലും ആവശ്യങ്ങൾക്കനുസരിച്ച് അരമനയിൽ എത്തുന്ന BJP നേതാക്കളെ ഇനി ക്രൈസ്തവ സഭകൾ സ്വീകരിക്കുമോ എന്ന് കണ്ടറിയണം. കേരളത്തിൽ ക്രൈസ്തവരെ ചേർത്തു നിർത്തുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുകയും ദേശീയതലത്തിൽ ക്രൈസ്തവരെ വേട്ടയാടുകയും ചെയ്യുന്ന BJPയുടെ ഇരട്ടനയം നേരത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടതുമാണ്. കൃത്യമായും ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെക്കുന്ന അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ വ്യവസ്ഥ ചെയ്യുന്ന നിയമം വിദേശ സഹായത്തിലെ സുതാര്യത എന്ന മിഠായി കവറിലാണ് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്നത്. ഇനി തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ബില്ല് വീണ്ടും സഭയിലെത്തിയാലും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ഈ ബില്ലിലെ ആശങ്കകൾ ചോദ്യം ചെയ്യും. RDX ഇടവേള.